വാർത്തയിലേക്ക് വിശദമായി. ഇടുക്കി പരുന്തുംപാറയിൽ കയ്യേറ്റക്കാർ സ്ഥാപിച്ച കുരിശ് റവന്യൂ സംഘം പൊളിച്ചു നീക്കുന്നു. തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫാണ് കുരിശ് സ്ഥാപിച്ചത്. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് കയ്യേറ്റം വ്യാപകമാകാൻ കാരണമെന്നും ഇത്തരക്കാരെ ജോലിയിൽ നിന്ന് പുറത്താക്കണമെന്നും CPI നേതാവ് KK ശിവരാമൻ ആവശ്യപ്പെട്ടു. സാഗറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സാഗർ, കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് തടയിടാനായിരുന്നു ആ കുരിശു നിർമ്മാണം. ഇപ്പോൾ വാർത്ത വിവാദമായതോടുകൂടി അവിടെ ഇടപെടൽ ഉണ്ടാകുന്നു. വളരെ വേഗം തന്നെ അത് പൊളിച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സമാധാനപരമായാണോ നടപടികൾ പുരോഗമിക്കുന്നത്? തീർച്ചയായും രേണുക പറഞ്ഞതുപോലെ തന്നെ ഈ കയ്യേറ്റം അത് പൊളിക്കാതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് ഈ സ്ഥലത്തിന്റെ ഉടമ തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫ് ഇവിടെ കുരിശ് സ്ഥാപിച്ചത്. ഇവിടെയുള്ള 4 നിലയുള്ള 5 കെട്ടിടങ്ങൾ ഇതിനു മുമ്പ് സജിത് ജോസഫ് പണിതിരുന്നു. ഇത് അനധികൃതമായാണ് പണിതത്. ഇതിന് സമീപമാണ് ഇയാൾ കുരിശ് സ്ഥാപിച്ചത്. അനധികൃത നിർമ്മാണം നിർത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടം ഇവർക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. അതിന് പുറമെയാണ് ഈ കുരിശ് ഇവർ പണിതത്. പുറമ്പോക്ക് ഭൂമിയിലാണ് ഈ കുരിശ് സ്ഥാപിച്ചത്. ഈ കയ്യേറ്റം സംരക്ഷിക്കുന്നതിനുള്ള നടപടിയായിട്ട് തന്നെയാണ് കുരിശ് സ്ഥാപിച്ചതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. കാരണം ജില്ലാ ഭരണകൂടം സ്റ്റോപ്പ് മെമ്മോ നൽകിയതിന് പുറമെയാണ് ഇവർ കുരിശ് ഇവിടെ ഈ സജിത് ജോസഫും സംഘവും കുരിശ് പണിതത്. പീരുമേട് എല്ലാ തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഈ അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള ഈ കുരിശ് പൊളിച്ചു നീക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഏകദേശം 10 അടിയോളം ഉയരമുള്ള ഒരു കുരിശാണിത്. ഈ കുരിശ് നിൽക്കുന്നത് മഞ്ചുമല വില്ലേജിലെ 441 സർവേ നമ്പറിൽ ഉൾപ്പെടുന്ന ഭാഗത്താണ്. എന്നാൽ ഇത് രേഖകളിൽ ഇത് സർക്കാർ ഭൂമിയാണ്, പുറമ്പോക്ക് ഭൂമിയാണ്. ഈ പുറമ്പോക്ക് ഭൂമിയിലാണ് ഈ 4 നിലയുള്ള 5 കെട്ടിടങ്ങൾ പണിതതും ഈ കുരിശ് സ്ഥാപിച്ചതും. ഇത് വിവാദമായതിന് പിന്നാലെയാണ് ഇപ്പോൾ റവന്യൂ സംഘം ഇതിൽ അടിയന്തര നടപടിയുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. ഇത് പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കുരിശ് പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ കുരിശ് സ്ഥാപിച്ചിട്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ CPI ഇതിനെതിരെ ശക്തമായി രംഗത്ത് എത്തിയിരുന്നു. കുരിശിന്റെ മറവിലുള്ള കയ്യേറ്റം അംഗീകരിക്കില്ല, എല്ലാ റവന്യൂ ഉദ്യോഗസ്ഥരും വിശുദ്ധന്മാരല്ല, കയ്യേറ്റത്തിനെതിരെ ജില്ലാ ഭരണകൂടം ശക്തമായ ഇടപെടൽ നടത്തണമെന്നുള്ള ആവശ്യം ഉൾപ്പെടെ CPIയും രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി റവന്യൂ വകുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. രേണുക, ഗീവർഗീസ് കോറിലോസ് ഉൾപ്പെടെയുള്ളവർ ഈ കയ്യേറ്റത്തിന് കുരിശുമറയാക്കുന്നതിനെതിരെ ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. ഇത് ഒരു തരത്തിൽ ഒരു മുതലെടുപ്പിനു കൂടിയുള്ള ശ്രമമായിരുന്നു കയ്യേറ്റം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്തത്. ഇത് പൊളിക്കുന്നതിനപ്പുറമുള്ള നിയമ നടപടികളിലേക്ക് അധികൃതർ നീങ്ങുമോ? അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ ഉദ്ദേശിച്ച തരത്തിലുള്ള മുതലെടുപ്പിനൊന്നും സാധ്യമാകാത്ത നില തന്നെയാണോ ഉള്ളത്? തീർച്ചയായും അത്തരമൊരു സാഹചര്യം തന്നെയാണുള്ളത്. ഇവർ ഉദ്ദേശിച്ചത്, അതായത് കുരിശ് സ്ഥാപിച്ച തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫ് ആണ് കുരിശ് സ്ഥാപിച്ചത്. ഇയാൾ ഉദ്ദേശിച്ച രീതിയിലല്ല കാര്യങ്ങൾ പോയതെന്ന് വേണം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുവാൻ. കാരണം ഈ അനധികൃത കയ്യേറ്റം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇയാൾ കുരിശ് സ്ഥാപിച്ചതെന്ന് വ്യക്തമായിരുന്നു. ഇത് രാവിലെ വാർത്തയായതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് റവന്യൂ വകുപ്പ് അടിയന്തര നടപടിയുമായി എത്തിയിരിക്കുന്നത്. ഇയാൾ പണിതിരിക്കുന്ന ഈ കെട്ടിടം ഉൾപ്പെടെ അടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നാണ്, അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് റവന്യൂ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് സർവേ ഉൾപ്പെടെ പൂർത്തിയാക്കണം. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇയാൾക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് തന്നെ ചില സഹായങ്ങൾ ഇതിന് ലഭിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആരോപണം നേരത്തെ ഉണ്ട്. അക്കാര്യം അന്വേഷിക്കണമെന്ന് CPI നേതാവ് തന്നെ പറയുന്ന സാഹചര്യമുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അയാൾക്കെതിരെയും അയാളെ ഇതിന് സഹായിച്ചവർക്കെതിരെ മറ്റു നിയമ നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകുമോ? അതിനുള്ള നീക്കമുണ്ടോ? ഈ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കാര്യത്തിൽ ഇപ്പോൾ തീരുമാനം വ്യക്തമല്ല. കാരണം ഈ സജിത് ജോസഫ് നിയമലംഘനം നടത്തുവാൻ ഉദ്യോഗസ്ഥർ കൂട്ടായി ഒരു തയ്യാറെടുപ്പ് നടത്തിയിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. കാരണം അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇതിൽ ജില്ലാ കളക്ടർ ഈ അനധികൃത കയ്യേറ്റം അന്വേഷിക്കുവാൻ 15 സംഘത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ സംഘത്തിൽ പ്രത്യേകിച്ച് പീരുമേട് താലൂക്കിന് പുറത്തുള്ള അംഗങ്ങളെയാണ് ഈ ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. കാരണം പീരുമേട് താലൂക്കിൽ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരാണ് ഈ ഒരു അനധികൃത കയ്യേറ്റത്തിനും നിർമ്മാണത്തിനും കൂട്ടുനിന്നതായി ജില്ലാ കളക്ടർ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഈ സഹായം ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു മുൻകരുതൽ കൊണ്ട് തന്നെയാണ് ഇവരുടെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ പീരുമേട് താലൂക്കിന് പുറത്തു നിന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയത്. ഈ കെട്ടിടത്തിനും ഇവിടെ നടക്കുന്ന സമീപ പ്രദേശത്തുള്ള നിർമ്മാണത്തിനും എല്ലാം തന്നെ സ്റ്റോപ്പ് മെമ്മോ നൽകിയത് കൂടാതെ ഈ വില്ലേജുകളിൽ നിരോധനാജ്ഞയും കളക്ടർ പ്രഖ്യാപിച്ചിരുന്നു. ഈ നിരോധനാജ്ഞയും സ്റ്റോപ്പ് മെമ്മോയും എല്ലാം മറികടന്നുകൊണ്ടാണ് ഇയാൾ ഇവിടെ ഈ കുരിശ് സ്ഥാപിച്ചത്. ഇത് അനധികൃത കയ്യേറ്റത്തിന് സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള നിലപാടിൽ കൂടി തന്നെയാണ് ഈ സജിത് ജോസഫ് ഇവിടെ കുരിശ് സ്ഥാപിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റവന്യൂ വകുപ്പ് ഇത്ര ധൃതിപ്പെട്ട് ഈ ഒരു നടപടിയിലേക്ക് കടന്നത്. രേണുക, ശരി, സാഗറാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്.
എന്തായാലും ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ ഇപ്പോൾ അനധികൃതമായി നിർമ്മിച്ച കുരിശ് പൊളിച്ചു നീക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും വിചാരിച്ച രീതിയിലൊന്നും അതിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ശക്തമായ നടപടി ഇത് വാർത്തയായതോടുകൂടി തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. സമാധാനപരമായി അവിടെ പൊളിച്ചു നീക്കൽ പ്രക്രിയ നടക്കുന്നു എന്നതാണ് സാഗർ റിപ്പോർട്ട് ചെയ്യുന്നത്.